അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തില് നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് കൃപ കാണിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം ദൈവവുമായുള്ളതായ സംസർഗത്തിൽ രൂപാന്തരം എന്നുള്ളതാണ്. ദൈവവുമായുള്ള സംസർഗത്തിൽ രൂപാന്തരം. ചിന്തയ്ക്ക് ആധാരമായ വാക്യം 2 കൊരിന്ത്യർ 3:18 വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിപ്പാൻ തക്കം സാധിക്കുന്നു. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് ഇവിടെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവുമായുള്ളതായ ഈടാർന്ന ബന്ധം നമുക്കുണ്ടാകുമ്പോൾ ഒരു തേജസ് നമ്മൾ പ്രതിഫലിക്കും. നമ്മുടെ ജീവിതത്തിലുള്ളതായ ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മാറിപ്പോയിട്ട് ദൈവിക തേജസ് നമ്മൾ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ ദുശീലങ്ങളും ദുർസ്വഭാവങ്ങളും എല്ലാം എന്ത് ചെയ്യും? നമ്മൾ നീങ്ങിപ്പോകുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. അപ്പോൾ ഒരു തേജസ് നമ്മൾ ഉടലെടുക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ദൈവവുമായുള്ളതായ നീണ്ട സമ്പർക്കത്തില് മോശയുടെ മുഖം ദിവ്യ സാന്നിധ്യത്തിന്റെ ശോഭയെ പ്രതിഫലിപ്പിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം ഒരു കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തില് തിളങ്ങിയിരുന്നു. മോശ കൽപ്പന എഴുതുവാൻ തക്കവണ്ണം സീനായ് പർവ്വതത്തിൽ നിന്ന് പോയി കടന്നു വരുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, അല്ലേ? ഒരു ശോഭയുള്ളതായ മുഖം മോശയ്ക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. അത് അവൻ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു ശോഭ എന്റെ മുഖത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നു എന്ന് മോശയ്ക്ക് അറിവില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവർ നോക്കിയപ്പോൾ അത് അവർക്ക് മോശയിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് അവൻ അറിഞ്ഞില്ല. സ്തേഫാനോസിനെ ന്യായാധിപന്മാരുടെ മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ സ്തേഫാനോസിനെ നോക്കണം, അത്തരം ഒരു പ്രകാശം അവന്റെ മുഖത്തെയും പ്രകാശിപ്പിച്ചു. സ്തേഫാനോസിന്റെ മുഖം എന്ത് ചെയ്തു? ഇതുപോലെ പ്രതിബിംബിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ന്യായാധിപ സംഘത്തിൽ ഉണ്ടായിരുന്നവർ അവൻ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. സ്തേഫാനോസിനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ എന്ത് ചെയ്തു? കണ്ടു. നോക്കണം, ദൈവത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയം വെച്ച് നമ്മളിലുള്ളതായ മാലിന്യങ്ങളെല്ലാം നമ്മൾ നീക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുകയും നമ്മുടെ മുഖം പ്രകാശമുള്ളതായി മാറുകയും ചെയ്യും. അത് മോശയ്ക്ക് ലഭിച്ചു, സ്തേഫാനോസിനും ലഭിച്ചുവെങ്കിൽ ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ മേലെ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പരിപൂർണമായും നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ടുള്ളതായ ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. അഹരോൻ മറ്റുള്ളവരോടൊപ്പം നിഷ്പ്രഭരായി മോശയെ വിട്ടെന്ത് ചെയ്തു? മാറിപ്പോയി. കാര്യം എന്താ? മോശ ഇങ്ങനെ പ്രകാശമുള്ളതായ രൂപത്തോട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അഹരോനും ഭയപ്പെട്ടു. കാര്യം അഹരോനാണ് എന്ത് ചെയ്തത്? കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ദൈവം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്തു? അഹരോൻ മറ്റുള്ളവരോടൊപ്പം എന്ത് ചെയ്തു? നിഷ്പ്രഭരായി മോശയെ വിട്ടുമാറിപ്പോയി. അവന്റെ അടുത്ത് ചെല്ലുവാൻ അവൻ ഭയപ്പെട്ടു. അഹരോൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അവരുടെ ചിന്താക്കുഴപ്പവും ഭീതിയും എല്ലാം കണ്ടിട്ട് കാരണമറിയാതെ തന്നെ അവർ അടുത്തു വരുവാൻ അവൻ നിർബന്ധിച്ചു. നിങ്ങൾ അടുത്തു വരണം എന്ത് ചെയ്തു? മോശ പറയുകയാണ്. ദൈവത്തിന്റെ അനുരഞ്ജന പ്രതിജ്ഞയെ എടുത്തുകാട്ടി തന്റെ പുനഃസ്ഥാപിക്കപ്പെട്ടതായ അനുകൂല ഭാവത്തിന് മോശ ഉറപ്പു പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന്റെ ശബ്ദത്തിൽ സ്നേഹത്തിന്റെയും അഭ്യർത്ഥനയുടെയും സ്വഭാവം മാത്രമേ അവൻ ഗ്രഹിച്ചുള്ളൂ. ഒടുവിൽ ഒരുവൻ മോശയെ സമീപിക്കുവാൻ തയ്യാറായി. ഒരാൾ എന്ത് ചെയ്തു? എല്ലാം സംഭരിച്ചുകൊണ്ട് മോശയുടെ അടുത്ത് പോകാൻ തക്കവണ്ണം എന്ത് ചെയ്തു? തയ്യാറായി. കടുത്ത ആശങ്കയോടെ എന്ത് ചെയ്തു? സംസാരിക്കാനാകാതെ അവൻ മോശയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. മോശയുടെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. പിന്നെ സ്വർഗത്തിലേക്കും മഹാനായകൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ബോധപൂർവമുള്ളതായ കുറ്റത്തിൽ ഇനിയും അവർ ദൈവത്തിന്റെ അതൃപ്തിയില് ആണെന്ന തോന്നലോടെ
ആ സ്വർഗീയ വെളിച്ചത്തിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് തീരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നോക്കണം, ദൈവത്തോട് അനുസരണമുള്ളവർ ആയിരിക്കുന്നുവെങ്കിൽ അത് അവരിൽ ആനന്ദം നിറയ്ക്കുമായിരുന്നു. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് മോശയെ കണ്ടപ്പോൾ സന്തോഷിക്കാൻ സാധിച്ചില്ല. ദൈവത്തോട് അവരെന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. ദൈവം ഈ പ്രഭ മൂലം ദൈവ നിയമത്തിന്റെ പവിത്രവും ഉന്നതവുമായ സ്വഭാവത്തെ അവർക്ക് ബോധ്യമാക്കുവാനാണ് ഉദ്ദേശിച്ചത്. ഈ പ്രഭ മൂലം ദൈവിക സാമീപ്യം മോശയിലുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കണമായിരുന്നു. ഇസ്രായേൽ മക്കളെ കാണിക്കണമായിരുന്നു. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സുവിശേഷത്തിന്റെ മഹിമയും അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു. മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ നിയമത്തിന്റെ കൽപ്പനകൾ മാത്രമല്ല, പിന്നെയോ രക്ഷാപദ്ധതിയും അവന് വെളിപ്പെടുത്തി. യഹൂദ്യ കാലഘട്ടത്തിലെ എല്ലാ ദൃഷ്ടാന്തങ്ങളും സാദൃശ്യങ്ങളും കൊണ്ട് ക്രിസ്തുവിന്റെ ത്യാഗം മുൻ ചിത്രീകരിക്കപ്പെടുക ആയിരുന്നു അവർ കണ്ടത്. കാൽവറിയിൽ നിന്നുള്ളതായ സ്വർഗീയ വെളിച്ചത്തിന്റെ കിരണങ്ങള് ദൈവ നിയമത്തിന്റെ മഹിമയിൽ ഒട്ടും കുറവ് കൂടാതെയാണ് മോശയുടെ മുഖത്ത് പ്രഭയോടെ തെളിഞ്ഞു നിന്നത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ദിവ്യപ്രകാശം ദൈവനിശ്ചയത്തിന്റെ മഹത്വത്തെ ആണ് സദൃശീകരിച്ചത്. മോശ അതിന്റെ കാണപ്പെട്ട മധ്യസ്ഥൻ, യഥാർത്ഥ പക്ഷപാതകന്റെ പ്രതിനിധി ആയിരുന്നു. ആര്? മോശ. ആയതിനാൽ പ്രിയമുള്ള ദൈവജനമേ, നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ നമ്മുടെ മുഖവും പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപയും സാമീപ്യം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നാമും ദൈവത്തിന്റെ വേലക്കാരനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനാണെന്ന് മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതിനാൽ തുടർന്നുള്ളതായ നാളുകളിൽ നാം ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹം പൂർണ്ണമായി പ്രഭാതത്തില് കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അഖിലാണ്ടനാഥൻ എല്ലാവരും അനുഗ്രഹിക്കണം. ഇത് അന്ത്യകാലമാണെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന ഞങ്ങള് ഏറ്റവും ഭയഭക്തിയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥി. ഞങ്ങളുടെ കുറ്റങ്ങള്, കുറവുകള്, പാപങ്ങൾ, അകൃത്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ലോകം ഞങ്ങൾക്ക് സ്വന്തമല്ല. ഈ ലോകത്തിൽ നേടുന്നതൊന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധ്യവുമല്ല. ആയതിനാൽ വ്യർത്ഥമായ കാര്യാദികൾ പ്രിയം വെച്ചുകൊണ്ട് ദൈവം ഒരുക്കുന്ന ആ നിത്യമായ രാജ്യം നഷ്ടപ്പെടുത്താൻ ഇടവരുത്താതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിനായിട്ട് തന്നെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. വചനം കേട്ട് എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഖിലാണ്ടനാഥൻ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനവും മഹത്വവും എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.